നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ചോദിച്ചു. അപ്പോൾ അവർ പഠിപ്പിച്ചു തന്നത് ഇവിടെ ടിക്കറ്റ് പരിപാടിയൊന്നുമില്ല. ഇതാ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. നമ്മൾ മെട്രോയിലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റ് അവിടെ കാണാം, കപ്പഡോഷ്യ. നമ്മുടെ കുനാഫ് ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ട്. ബസ്സിലും അങ്ങനെ യാത്ര ചെയ്യുന്നു. നല്ല അടിപൊളി പരിപാടി കേട്ടോ ഇവിടുത്തെ ബസ്സിൽ. നമ്മുടെ അഡ്വഞ്ചർ തുടങ്ങാൻ പോവുകയാണ്. രാത്രി ഇവിടുത്തെ മെട്രോയിൽ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. അഡ്വഞ്ചർ എന്നല്ല, ഇവിടുത്തെ ലോക്കലായിട്ട് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാൻ പോവാണ്. ഇവിടുന്ന് മെട്രോ കയറിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കഴിക്കാൻ പോയി, ടർക്കിഷ് റെസ്റ്റോറൻറ്റിലേക്ക്. ഞങ്ങൾ ഇത്രയും നേരമായിട്ട് ഒരു മെട്രോ സ്റ്റേഷൻ കണ്ടില്ല. കറക്റ്റ്, ഇവരുടെ എല്ലാ അണ്ടർഗ്രൗണ്ട് കറക്റ്റ് എല്ലാ അണ്ടർഗ്രൗണ്ടാണ് തോന്നുന്നു. നമ്മളിതാ ബേഫ്രണ്ട് മെട്രോ, അവിടെ നിങ്ങൾക്ക് ആ കാണാനാണ് മെട്രോ സ്റ്റേഷൻ. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മളാണ്. ഇതാ അറന്നോളാൻ പറഞ്ഞ് പച്ച ലൈറ്റ് വന്നു. അങ്ങനെ ആറ്റുനോറ്റ് നമ്മൾ മെട്രോ എത്തിയിരിക്കുന്നു. മെട്രോ എത്തിയ സ്വാതിയുടെ സന്തോഷം. നമ്മൾ മെട്രോയിൽ എങ്ങോട്ടാ പോണേ? ബൂഗീസ്. നമ്മൾ ബുഗീസിലേക്കോ ബഗ്ഗീസിലേക്കോ മറ്റോ പോവാണ്. എവിടെയോ കപ്പഡോഷ്യയിലേക്ക്. രാത്രി 9:30. രാത്രി 9:30 ഞങ്ങൾ ഇങ്ങനെ തെറ്റിത്തിരിഞ്ഞിറക്കുകയാണ്. ഉത്തരവാദിത്തം ഇല്ലാത്ത 2 പിള്ളേരായതുകൊണ്ടാണ്. ബുഗീസിലേക്ക് 2 സ്റ്റോപ്പേ ഉള്ളൂ. അവിടുന്ന് നമ്മൾ 600 മീറ്റർ നടക്കും. അവിടുന്ന് 600 മീറ്റർ നടക്കും. പോലും ഞങ്ങൾ ഇത്ര നടക്കാറില്ല. സത്യം. ഇവിടെ നടത്തം മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ വെക്കേഷൻ എന്നെല്ലാം പറഞ്ഞാലും കഷ്ടപ്പാടാണ്. ഇവിടെ ക്യാഷ് അക്സെപ്റ്റ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈസ്ലിങ്ക് കാർഡ് ഉണ്ടെങ്കിലാണ് ഇതുപയോഗിച്ച് പോകാൻ പറ്റുക. ഇനി ഇവിടുന്ന് പഠിക്കണം നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഓരോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. ഇവിടുന്ന് എങ്ങനെ പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. നമ്മുടെ മെട്രോ കാർഡില്ല. നമ്മൾ നോർമൽ കാർഡ് വെച്ച് പോകാൻ പറ്റുമോ, അതോ പോയിട്ട് ടിക്കറ്റ് എടുക്കണോ, അതോ ഇങ്ങനത്തെ കിയോസ്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ചോദിച്ചു. അപ്പോൾ അവർ പഠിപ്പിച്ചു തന്നത് ഇവിടെ ടിക്കറ്റ് പരിപാടിയൊന്നുമില്ല. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ടാപ്പ് ചെയ്യുക, ഇറങ്ങുന്നിടത്തും ടാപ്പ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് പൈസ പോയിക്കോളും. അല്ലെങ്കിൽ കറക്റ്റ്, അല്ലെങ്കിൽ ഈസ്ലിങ്ക് കാർഡ് എടുക്കുക. നമ്മൾ സ്കാപ്പിയ കാർഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഫോറക്സ് ഫീസ് ഒന്നും ഇല്ലാത്തൊരു കാർഡ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്. സ്വാതിമോളുടെയും എൻ്റെയും സ്കാപ്പിയ കാർഡ്സ് ഇങ്ങനെ കാണാം. നമ്മളിതാ കോൺടാക്ട്ലെസ് ആയിട്ട് ടാപ്പ് ചെയ്തിട്ട് കയറാൻ പോകുന്നു. സ്വാതി ടാപ്പ് ചെയ്തു. ബാങ്ക് കാർഡ് സിംപ്ലി ഗോ എന്ന് പറഞ്ഞു. ഇതാ ഞാനും ടാപ്പ് ചെയ്തു. നേരെ കയറി. പ്രത്യേകിച്ച് വേറെ ഇവരുടെ കാർഡും കാര്യങ്ങളൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു ഇവരുടെ കാർഡ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെയും റീഫണ്ടിൻ്റെയും ഒക്കെ പ്രോസസ് ഉണ്ട്. നമ്മൾ അതിനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ നേരെ ബുഗീസിലേക്ക് കയറി പോകാൻ പോകുന്നു. ഇവിടുത്തെ മെട്രോ ഇതാണ്. ഇത് ഇങ്ങോട്ട് പോകുന്ന മെട്രോ. നമുക്ക് പോകേണ്ടത് ബുക്കിത്ത് എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്ന മെട്രോയിൽ നമുക്ക് 2 സ്റ്റോപ്പ് കയറിയാൽ ബുജിസ് എന്നുള്ള സ്ഥലത്തെത്തും. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, ഡൗൺ ടൗൺ ലൈനിൽ. അയ്യോദാ ഡൗൺ ടൗൺ ലൈൻ. ഓടിക്കയറുമോ? അടച്ചു. ഓക്കെ, ഇതാ മെട്രോ നമുക്ക് ജസ്റ്റ് മിസ്സായി. ഇതാണ് രണ്ട് ഡോറുള്ള മെട്രോ. ഇത് പ്രയോറിറ്റി ബോർഡിംഗ് ആണ്. നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് ബുഗീസിലേക്കാണ്. DT14ലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതാ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. നമ്മൾ മെട്രോയിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് സിംഗപ്പൂർ മെട്രോ. സിംഗപ്പൂർ മെട്രോയിൽ നിൽക്കുന്ന സ്വോമോൾ. ഭയങ്കര സ്പീഡിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സ്പീഡ് ഇങ്ങനെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പീഡ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. സ്പീഡ് ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പോവാണത്. ആടുന്നുണ്ട്. ഇവിടെ 3 ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷ്, ചൈനീസ്, തമിഴ്. അവർ തമിഴിലും അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് മാറാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തമിഴിയൻസും ചൈനീസും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. നമ്മളങ്ങനെ ബുഗീസിലെത്തിയിരിക്കുന്നു ഗായ്സ്. നമ്മൾ രണ്ടുപേരും കൂടെ മെട്രോ ഒന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള മാപ്പ് നോക്കി ഇങ്ങനെ പോവുകയാണ്. സ്വാതി എക്സിറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരും. ബാങ്ക് സിംപ്ലി ഗോ എന്ന് പറഞ്ഞിട്ട് ഞാനും എക്സിറ്റ് ഇറങ്ങി
നമ്മളിനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നോക്കട്ടെ. നമ്മൾ ബുഗീസിൽ മെട്രോ ഇറങ്ങിയിട്ട് പുറത്തേക്ക് എങ്ങനെ പോകേണ്ടതെന്ന് അറിയാണ്ട് കളിക്കുകയാണ്. മാപ്സ് നോക്കുന്ന സമയത്ത് താഴെ മാപ്പിന് റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ലൊക്കേഷൻ ഇപ്പോഴും കഴിഞ്ഞ സ്റ്റേഷൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് ജസ്റ്റ് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് അടുത്ത പരിപാടി നോക്കാമെന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. വോച്ചർ റോഡ്, മറ്റേ റോഡ്, മറിച്ച റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഏത് റോഡിലേക്കാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. ഫൈനലി നമുക്ക് റേഞ്ച് കിട്ടിയിരിക്കുന്നു. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് റേഞ്ച് കിട്ടിയത്. പക്ഷേ ഏകദേശം കറക്റ്റ് സ്ഥലത്ത് തന്നെ പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു. നമ്മൾ മാപ്പ് നോക്കി ഈ ഹോട്ടലിലേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ പുറത്തേക്ക് പോകുന്ന വഴി. നമ്മൾ പോകുന്ന വഴിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിച്ച് 3 അണ്ണന്മാർ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ബീഫ് ഹോട്ടൽ. ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എല്ലാം പതുക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി. നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റും തപ്പിയിട്ടുള്ള യാത്ര ദൂരത്തിന് എത്തി നോക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളങ്ങനെ നടന്നൊരു ഫുഡ് സ്ട്രീറ്റിൻ്റെ അടുത്ത് ഹാജി ലൈൻ എന്നുള്ള സ്ഥലത്ത് വന്നിട്ട് ഇതാ ഇങ്ങനെ നടക്കുകയാണ്. ഹാജി ലൈനിലൂടെ ചെറീസ് ബാറും ഇതൊക്കെ കാണാൻ ഇവിടെ. ശരിക്കൊരു ഫുഡിൻ്റെ ഒരു ഏരിയ അതാ. നമ്മുടെ റെസ്റ്റോറൻറ്റ് അവിടെ കാണാം, കപ്പഡോഷ്യ. നമ്മൾ കപ്പഡോഷ്യയിൽ പോയിട്ടാണ് ഇന്ന് ടർക്കിഷ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഫുട്ബോൾ കളിയൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ ടർക്കിഷ് സോങ്സ് ഒക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ സെറ്റിലായിരിക്കുന്നു. ഞങ്ങളിവിടെ വന്നിരുന്നിട്ട് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ടർക്കിഷ് ഫുഡിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല പേരുകളും പല പല സാധനങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. സീരിയസ് ആയിരുന്നു പഠിക്കുന്ന പോലെ. നമ്മൾ ആദ്യമായിട്ടൊരു ചിക്കൻ ഷവർമ പറഞ്ഞു, അത് വന്നിട്ടുണ്ട്. നിറയെ ഫ്രൈസും കുറച്ച് ഷവർമയും. ഷവർമ പ്രോപ്പർ ടർക്കിഷ് ഷവർമ. പ്രോപ്പർ ടർക്കിഷ് ഷവർമ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, എന്നാലും നാട്ടിലെ ഷവർമ അല്ലത്. നിറയെ ചിക്കനും പ്രോപ്പർ വെജിറ്റബിൾസും എല്ലാം ഒരു കറക്റ്റ് അളവിൽ, അധികം മയമൊന്നും ഇല്ലാണ്ട് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ബ്ലണ്ടായിട്ടുള്ള ഒരു ഷവർമ. നമ്മുടെ കുനാഫ ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇതെന്തോ പാല് പോലത്തെ സാധനവും ഇത് മറ്റേ ഷുഗർ സിറപ്പും. ഈ പാല് പോലത്തെ സാധനം നമ്മൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല. കുനാഫ പാലും ഷുഗർ സിറപ്പും ഒഴിച്ച് കഴിക്കാൻ പോവാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പും പാലൊക്കെ ഇങ്ങനെ മര്യാദയ്ക്ക് ഒഴിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. നല്ല ഒത്തൻറ്റിക് കുനാഫ. ടർക്കിയിൽ പോകണമെന്നുള്ള ആഗ്രഹം വന്നില്ലേ? ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ടർക്കിയിൽ പോകണം. ടർക്കിഷ് ഫുഡ് അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മളിപ്പോൾ ഉള്ള റെസ്റ്റോറൻറ്റിൻ്റെ പേര് കപ്പഡോഷ്യ എന്ന് പറഞ്ഞിട്ട് ഹാജി ലൈനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹാജി ലൈൻ, ചൈന ടൗൺ, ലിറ്റിൽ ഇന്ത്യ ഇതൊക്കെ ആൾക്കാർ ടൂറിന് പോലെ വരുന്നതാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുക. നമ്മൾ ഇനി ഒരു പ്രാവശ്യം കൂടെ ഈ ഏരിയയൊക്കെ ഒന്നും കൂടെ കവർ ചെയ്യും. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 107M എന്നുള്ള ബസ് കയറി നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലും അങ്ങനെ യാത്ര ചെയ്യുന്നു. ഇവിടുത്തെ ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മൾ മുമ്പിൽ സ്വൈപ്പ് ചെയ്തിട്ട് മുമ്പിലൂടെ മാത്രം വേണം കയറാൻ. എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് മുമ്പിലൂടെയോ പുറകിലൂടെയോ നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും. അതാണ് ഇവിടുത്തെ രീതി. ലൈക്ക് നമ്മൾ ബസ്സിൽ പോകേണ്ട രീതി. ഇത് അറിയില്ലായിരുന്നു നമുക്ക്. നമ്മൾ നോർമൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് തന്നെ സ്വൈപ്പ് ചെയ്യാൻ പറ്റും. വിസ ആണെങ്കിൽ അത് വെച്ചിട്ട് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി പരിപാടി കേട്ടോ. ഇവിടുത്തെ ബസ്സിൽ നമ്മൾ മുമ്പിലൂടെ കയറുന്നു, സ്വൈപ്പ് ചെയ്യുന്നു, നമ്മൾ കയറിയെന്ന് കാണിച്ചു. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാക്കിലോ മുമ്പിലോ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. യൂഷ്വലി മുമ്പിലൂടെ കയറി ബാക്ക് ഡോറിലൂടെ ഇറങ്ങണം. അതാണ് ഇവിടുത്തെ പ്രാക്ടീസ്. നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു കണ്ടക്ടറോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല, ഒന്നുമില്ല. ഒരു ഡ്രൈവർ മാത്രം. ആ ഡ്രൈവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ നമ്മുടെ അടുത്ത്. ലൈക്ക് ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്തത്. അങ്ങനെ ഒരു നടത്തവും കൂടെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഉറക്കം. അയ്യോ, ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. സ്വമോൾ MBBS ലിഫ്റ്റിലേക്ക് ഓടിക്കയറുന്നു.